പുള്ളിയാ വരുന്നത്. ആരാ? മനസ്സിലാവുന്നില്ല? എനിക്കും മനസ്സിലായില്ല. ഇത് ആരത്? എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഞാൻ തേടി വരും കണ്ണുകളിൽ ആ ആ പാട്ട് പാടി അതുപോലെ ഉണ്ടല്ലേ? അതുപോലുണ്ട്. പക്ഷെ ഹെയർ സ്റ്റൈല് മാറി, അതെ ഡ്രസ്സിന്റെ പാറ്റേൺ മാറി, അതെ. എല്ലാം മാറുക. അതെ. അയ്യോ, മൊത്തത്തിൽ ആൾമാറാട്ടോ. എല്ലാവർക്കും മാറ്റാണല്ലോ. അതെ. ഇതാണോ വെണ്ണ തോൽക്കും ഉടലോടെ ആ, ഇതാ, ഇതാ. അതാണല്ലേ? അതാണിത്. ഓ, ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ആ. ആ. സുന്ദരി ശില്പി. ഇത് പാട്ടാ പാടുന്നേ. ആരാരിരാരിരാരം. ആരിരാരാരിരോ. അതല്ലേ? ആ പാട്ടാണോ? അതല്ലെന്ന്. അതല്ല. ആരീർ ആരാരോ ആരീരാരോ. ആ, അച്ഛന്റെ അതാണ്. മോളാരോ. അല്ല. അതുമല്ല. ആരാരിരാരിരാരോ. അതല്ലേ? ആ, ആരീരാരോ ഊരാരീരോ. അതായിരുന്നു. അതാണ്. ഇതായിരുന്നു അല്ലേ? ഇതായിരുന്നല്ലേ? ഇതാണോ? പിന്നെ റിമിയാന്റെ ഇപ്പൊ പാടി. ആ, അതാണ് correct answer. അതേതാണ്? ആരാരിരാരിരാരോ. ഈ പാട്ടാണല്ലേ? ഉം. ഓ, ഓക്കെ ഓക്കെ. മധുവങ്കളെ സെയിം സെയിം പിക്ചർ. ആ, അതെ 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 അതെ. നിങ്ങള് ദേ, same ഞാനും bench ആ. കുറച്ചൊരു നീല. മക്കളെ എന്തുണ്ട് വിശേഷം? ഞാൻ അച്ഛന്റെ ഓഫീസിൽ പോയി. ഉയ്യോ. ആ, അതെവിടെയാണത്? എന്നിട്ട് അച്ഛന്റെ ഓഫീസ് കണ്ണൂര്. കണ്ണൂരല്ല, കാസർഗോഡ്. കാസർഗോഡ്. ഓഫീസിൽ പോയി? ആ. ഒന്നുമില്ല, അവിടെ കൂടെ പോയതാ. എനിക്ക് 3 പാട്ടും പാടി 3 അനുമോദനവും കിട്ടി. ശ്ശോ. ഓ, അത് ശരി. ഓ. ഓരോ 3 പാട്ടിന് അനുമോദനം. ഓരോ അനുമോദനം. 3 അനുമോദനം കവറിലിട്ടാണോ തന്നത്? കവറിലല്ല. ആ. ഒന്ന് എന്റെ ചേച്ചിക്ക്, ആ, ഒന്ന് എനിക്ക്, ആ. ഒന്ന് ട്രോഫി. ട്രോഫി. അവിടുന്ന് കിട്ടിയ ഡ്രസ് തന്നെ. ഓ. വെറുതെ അല്ല. Standing ovation. വെരി ഗുഡ്. അച്ഛൻ PSC ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലേ? ആ. ആ, അവിടെ ആ. എല്ലാവർക്കും ഒരു എല്ലാവർക്കും വലിയ അന്വേഷണം. ഹായ്. ഹായ്. ഹായ് ഹായ് അച്ഛാ. അപ്പൊ നമ്മളെയൊക്കെ കേട്ടോ ഒരു 2-3 അനുമോദനം തരാം. ഡീറ്റെയിൽ പറ. സിനിമ കങ്കാരു. ആഹാ. പിന്നെ എഴുതിയത് ബിജു കൈപ്പറേടൻ സാർ. ആഹാ. പിന്നെ സംഗീതം സജി റാം സാർ. സജീറാം. ഓക്കെ. പിന്നെ പാടിയത് യേശുദാസ് അങ്കിൾ. ആഹാ. പിന്നെ വർഷം 2007. വെരി ഗുഡ്. ദേ മധുവങ്കൾ ഓസ്ട്രേലിയ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. കങ്കാരുവിനെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ടോ? കങ്കാരുവിനെ ഞാൻ തിന്നു. ഓ, ക്രൂരനാണല്ലോ. അപ്പൊ അവിടെ ഇവിടെ കങ്കാരന്റെ വംശം ഇല്ല. നശിച്ചു. അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയാലോ? ഓ, റെഡി? പേര്- ഓൾ ദി ബെസ്റ്റ് മോളെ. തകർക്കണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാരിരാരിരാരോ, ആരാരിരാരിരാരോ,
സൂപ്പർ സൂപ്പർ. താങ്ക് യു. ആ nice, nice. വൈദേഹി കുട്ടി എല്ലാരും എണീച്ചു നിന്ന് കൈ അടിച്ചൂല്ലേ, സന്തോഷായോ? മക്കൾ മേളിൽ പോയി എല്ലായിടത്തും പറയണം അതെ, കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നടന്നു ലിറ്റിൽ ഏഞ്ചൽസിന്റെ അടുത്ത് എല്ലായിടത്തും പറയണം. അതെ. എന്നിട്ട് അവരിവിടെ വന്ന് പാട്ടൊക്കെ കഴിഞ്ഞ് എഴുന്നേക്ക്. എന്താ എണ്ണിക്കാത്തെ എന്ന് ഞങ്ങളെ ചോദിച്ച് പേടിപ്പിച്ച് വിരട്ടി അടിയൊക്കെ തന്ന് വിടും. മക്കളെ അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ഒന്നാമത്തെ കാര്യം മോളെ സെലക്ഷൻ. മോള് സെലക്ട് ചെയ്ത പാട്ട് ബ്യൂട്ടിഫുൾ സോങ്. ഒരു താരാട്ട് പാട്ടാണെങ്കിൽ അതിനൊരു ഭംഗിയുണ്ട് ആ പാട്ടിന്, അതിൻ്റെ ഓർക്കസ്ട്രേഷനും വരികളും. പിന്നെ പറയണോ ദാസേട്ടൻ പാടുമ്പോഴത്തേക്ക് അതിന് ഉണ്ടാകുന്നൊരു സുഖം. മോള് നല്ല മനോഹരമായിട്ട് പാടി, അതുകൊണ്ടാണ് ഞങ്ങൾ എണ്ണീറ്റത്. ഇല്ലെങ്കിൽ എണ്ണീക്കുവോ? ഞങ്ങൾ കല്ല് പോലും ഇടിക്കും. ഇവിടെ കംപ്ലീറ്റ് ഫെവിക്കോളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ റിമിക്കുമല്ലോ എണ്ണിക്കേണ്ടി വന്നു കഴിഞ്ഞ് തേച്ച് വെച്ചു. എണ്ണിക്കാൻ ഇങ്ങനെ വരത്തേ ഉള്ളൂ, എണ്ണിക്കത്തില്ല. എണീക്കാൻ പറ്റത്തില്ല. ആസലായിട്ട് പാടി മോളെ, ഒന്നും പറയാനില്ല. മധു ഞങ്ങൾ പാടിക്കൊണ്ടെന്നാ പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ. അതെ അതെ. അത് മോള് നല്ല വൃത്തിയായിട്ട് യു ട്രാവൽ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ചക്കരക്കുട്ടി താങ്ക് യു. വൈദേഹി കുട്ടി, എന്തോ? അപ്പൊ പാട്ടുന്ന് അടിപൊളിയായിട്ട് പാടി. താങ്ക് അതല്ലേ യു. ഞങ്ങൾ എല്ലാരും എഴുന്നേറ്റ് നിന്നേ. സാധാരണ ഞങ്ങളുടെ രോമല്ലേ എഴുന്നേൽക്കാവുള്ളൂ. ഞങ്ങള് തന്നെ എഴുന്നേറ്റ് പോയി കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിൽ ആ പോർഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് വരുന്നുണ്ട് അതിൽ. അതൊക്കെ മോള് കറക്റ്റ് ആയിട്ട് പാടി. പിന്നെ ആ സംഗതികള്, അമ്മയും ഞാൻ അച്ഛനും ഞാൻ കൺമണി നീയൻ നിധി എന്നുള്ളൊരു ചെറിയ സംഗതി മോള് നല്ല ലയിച്ച് പാടി ഇന്ന്. അതെ, ഉഗ്രനായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു വൈദേഹി കുട്ടി. താങ്ക് യു. അപ്പൊ തിരിച്ചെന്ത് പറയും? വെൽക്കം. ഇത് കൊടുത്തേക്കുന്ന ഫീൽ നോക്കിയേ അല്ലേ? അപ്പം ഈ പാട്ടും അതുപോലെ അതെന്ത് ഫീല് കൊടുത്താ പാട്. വൈദേഹി കുട്ടി ഫീലിന്റെ രാജകുമാരിയാ, നമുക്കറിയാം. തേടി വരും കണ്ണുകളിൽ ഒരൊറ്റ പാട്ടിലൂടെ മറ്റേ ഫീലിക്കുട്ടിയാണ്. അങ്ങനെ ആളാണ്. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചക്രക്കുട്ടി, കലക്കി. സോ ആദ്യം ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. എനിക്ക് സാറേ ആ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഒന്ന് എന്റെ പൊന്നുമോളെ സഹായിക്ക്. സഹായിക്കാനാണ് ഇതെന്റെ ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് സഹായിക്ക്. എന്ത് രണ്ട് എന്ത് കോടീശ്വരന്മാർ എന്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം അല്ല, എന്താ സഹായം എന്ന് നമ്മളൊക്കെ- അറിയത്തില്ലല്ലോ. അല്ല, അല്ല കൊച്ചു പൈസ അല്ല ചോദിച്ചത്. ആ, എന്താ അതിന് സഹായം? ചാടി കയറിയിട്ട് എന്താണ് ടെൻഷനായിട്ട്. എന്താണ് സഹായം? എന്താ കുഞ്ഞിന് സഹായം? സഹായോ? ആ. അമ്മ എന്നെ വെറുതെ അടിക്കും. ഓ പിന്നെ അത് ശരി. ചെറിയ കുരുത്തക്കേട് വെച്ചാലും അടിക്കും. എന്തൊക്കെ കുരുത്തക്കേട കാണിക്കാറുള്ളത്? നടന്നോണ്ട് വെള്ളം കുടിക്കുമ്പോ മറിയും. ഓ ചീത്ത. അതാ ചെറിയ കുരുത്തക്കേട്. അത് ശരിയാ. നടന്നോണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ശിരസിൽ കയറും. ആ തലേ- തലയില്. തലയിൽ കയറും. തലേ കയറിയ ശ്വാസം അല്ല, ഓ, ഓ, ഓ. അങ്ങനെയായി പോവും. ആ പിന്നെ വെള്ളം ആടുന്ന് എടുത്തിട്ട് നടന്നു വന്നിട്ട് സീറ്റിൽ ഇരിക്കുമ്പോ ഓ അത് താഴത്തേക്ക് വീഴുന്ന തുളുമ്പി ഓർത്തിട്ടായിരിക്കും. പോവും. ആ തുളുമ്പി പോകുന്ന ഓർത്തിട്ട് അമ്മ അതിന് അങ്ങനെ അതിന് പറഞ്ഞേ. വരെ അടി ഒയ്യോ. അല്ല അതിന് പിച്ച്. പിച്ച. അതിന് പിന്നെ അതിന് ഓക്കേ. അടുത്തത് ഇനിയിപ്പം എന്താ സഹായം ചെയ്യാൻ പറ്റുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ തല്ലൂല. അന്ന ഒന്ന് അത്രേ പറഞ്ഞു ഉള്ളോ? മനസ്സിലാക്കാം അമ്മേനെ. അമ്മയുടെ എവിടെ? പേര് ദേ ഇരിക്കുന്നു. അമ്മയുടെ പേര് രഞ്ജി. അമ്മ ക്ലാസ്സിൽ നിന്ന് ഒരു എണീറ്റിരിക്കുക. പേര് എണീച്ച് നിക്ക് ചേച്ചി. എണീറ്റിരിക്കുക. രഞ്ജിനി. പണിഷ്മെന്റ്. വയസ്സ് എണീക്ക്, കോടതിയാ. വയസ്സൊന്നും എനിക്കറിയൂല. എവിടാ? അമ്മയോട് ചോദിച്ചോ. ഒരു 35. ആ. ഓക്കെ. ആ. നക്ഷത്രം എണീച്ചെന്നോ? നക്ഷത്രം വേണോ? പറയും. എനിക്കറിയില്ല. ആയില്ല. ആ. ആയില്യം. പ്രശ്നമാണ്. പക്ഷെ അമ്മേനെ പോലീസൊന്നും പിടിച്ച് കൊണ്ടുപോയിക്കല്ലേ. അതെ അതിനു വേണ്ടിട്ടായിരുന്നു ജസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കണേ. പേടിപ്പിച്ച് വിട്ടാ മതി. ഞാനിപ്പോ ഒരുപാട് ഇതെല്ലാം എഴുതാൻ പോണേ. രഞ്ജിനി, വയസ്സ് 35, ആയില്യം അതിലെ നക്ഷത്രം. നക്ഷത്രം. ഇതിനകത്ത് ഞാൻ ഒരു പരിപാടി ചെയ്തേക്കാം. പിന്നെ ആ. ഈ സുന്ദരി. മോളെ തൊടത്തില്ല. സുന്ദരി. സുന്ദരി. സുന്ദരി അതുകൂടെ എഴുതിയാരേ. എന്താണ്? സുന്ദരിയായ യുവതി. സുന്ദരി വിവാഹിത. അച്ഛന്റെ പേരെന്താ മോളെ? അച്ഛന്റെ പേര് വിനോദ്. വിനോദ്. അല്ല പോലീസിൽ ഒന്നും കൊടുക്കണ്ട ചേട്ടാ. പോലീസിൽ ഏൽപ്പിക്കണ്ട. ഇല്ല ഇത് ഞാനൊരു സാധനം പക്ഷെ- ചെയ്തിട്ട് മോക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പഴത്തില് തരാം. അത് കൊടുത്താ മതി അത് അമ്മയ്ക്ക്. കൊടുത്താ മതി. പിന്നെ അമ്മ അടിക്കത്തുമില്ല. സ്നേഹമായിരിക്കും അല്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും. മോള് എന്ത് വേണേ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അമ്മ 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 എന്ന്. പോരെ? അവളുടെ അത് സന്തോഷം. മതിയാ? അങ്ങനെ മതിയാ? മതിയല്ലേ? മതി മതി. അടിക്കാതെയും പിച്ചാതെയും നിന്നാ മതി. റെഡി ആയി തരാം. ഓക്കെ.
കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ മതി. ഈ പഴത്തിൽ കുറച്ച് നേരം വേണം. അപ്പൊ വിട്ടേക്കാം അല്ലെ അതെ സാരമില്ല. ഇനി പഴം കൊടുത്ത് വിടാം അല്ല അല്ലേ? ഇതിപ്പോ ഇത് ഇത് കുഴിഞ്ഞ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇതിനകത്ത് ഞാനിപ്പം ഈ നക്ഷത്രം എല്ലാം കൂടെ കയറ്റി രണ്ടു സം- നേരം കൊടുത്താൽ മതി അല്ലേ? വേണ്ട, ഒറ്റപ്പഴം തിന്നാം. ഒറ്റപ്പഴം, ഓ. ഒറ്റപ്പഴം. സ്ട്രോങ് മറ്റവർക്ക് പല്ല് വന്ന അങ്ങനെ ഓറഞ്ച് ഒറ്റക്കടി. ആ ആ. ആഹാ. നോക്കിയല്ലേ കുഞ്ഞ്? അപ്പൊ ധൈര്യമായിട്ട് വെക്കും മോളെ. ഓക്കെ അല്ലേ? ആ പഴം മേടിച്ചോണ്ട് പോക്കോ. ടാറ്റാ. അല്ല പഴം ആയില്ല. ആയില്ല. ഓ. പൂജ അത് മന്ത്രമൊക്കെ ഇരുന്നൊന്ന്. ജപിച്ച് റെഡിയാക്കണം. ഓക്കെ ഓക്കെ എന്നാ പോണ്ട ട്ടോ, അടുത്തോട്ട് പോണ്ട. ടാറ്റാ ഇതുവഴി പൊക്കോ കുഞ്ഞ്, അടുത്തോട്ട് പോണ്ട.